ചിലത് നഷ്ടപ്പെടും എന്നുള്ള ഭയമാണ് ജീവിതത്തിൽ പൊരുതാനുള്ള കരുത്ത് നൽകുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണ് നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും ബാധിക്കുന്നത്. ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് സമയവും ക്ഷമയും പ്രയത്നവും ആവശ്യമാണ്. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് ചുറ്റിലും 1000 പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിൻ്റെ ധൈര്യത്തിനേക്കാളും വേറൊന്നും പകരമാവില്ല. ജീവിതത്തിലെ കരുത്താണ് ദുഃഖാനുഭവങ്ങൾ. ദൈവം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ ധൈര്യമായി മാറ്റുവാനും അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനുമുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. അത് ശരിയായി ഉപയോഗിക്കാനുമുള്ള വിവേകം നമ്മൾ കാണിച്ചാൽ മതി. ഒരുപക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ നിങ്ങളിനിയും കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തെന്ന്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളിനിയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ കടന്നു പോകുന്ന വേദന ഒന്നുമല്ലാതാകുന്ന ഒരു ദിവസം, സ്വപ്നം കണ്ട പോലെ ഒരു ജീവിതവും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഫോണിലേക്ക് വരുന്ന കോളുകൾ എടുത്ത് സംസാരിക്കാനോ ഫോണിൽ നിറയുന്ന മെസ്സേജുകൾക്ക് മറുപടി നൽകാനോ പോലും മനസ്സ് സമ്മതിക്കാതെ വരാറില്ലേ? നമ്മൾ കടന്നു പോകുന്ന മോശപ്പെട്ട സമയങ്ങളൊന്നും മറ്റൊരാളെയും ഒരു വാക്കിൻ്റെ പുറത്ത് പോലും വേദനിപ്പിക്കരുത് എന്നോർത്ത് തന്നെയാണ് പലപ്പോഴും അത്തരം തീരുമാനങ്ങളിൽ എത്തുന്നുണ്ടാവുക. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞുപോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മളതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ബന്ധങ്ങൾ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു തെറ്റ് കാരണമാക്കി അവർ പോകും. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. നമുക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കുമുള്ളത് നമുക്കും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ നാം ആരുമല്ല. ബന്ധങ്ങൾ ഒരു നേരം പോക്കായി മാത്രം കാണുന്ന മനുഷ്യർക്കിടയിൽ ബന്ധങ്ങളെ കാത്തുസൂക്ഷിക്കുകയും സ്നേഹത്തോടെ കൂട്ടിയിണക്കുകയും ചെയ്യുന്ന മനുഷ്യരുമുണ്ട് എന്നതു മാത്രമാണ് സ്നേഹത്തിൽ വിശ്വസിച്ചു ജീവിക്കാൻ ഇന്നും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കുറ്റബോധം വേണ്ട. ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോൾ നിരാകരിക്കാവുന്നതാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധിക്കപ്പെടുമ്പോൾ നോ പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. കുറവുകളും അപൂർണതകളും ഉണ്ടെന്ന തോന്നലുണ്ടെങ്കിൽ വിഷമം വേണ്ട. ആരും പൂർണ്ണരല്ല. ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മടിയനാണെന്ന് അർത്ഥമില്ല. നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ കുറ്റബോധം വേണ്ട. നിങ്ങളുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഒരു തെറ്റായ കാര്യമല്ല. തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല. കാലം അതിൻ്റെ കാലാകാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്താണ് പറഞ്ഞത് അത് നിങ്ങൾ ഉത്തരവാദിയാണ്. പക്ഷേ അവർ എന്താണ് മനസ്സിലാക്കിയത് എന്നതിന് നിങ്ങൾ ഉത്തരവാദിയല്ല. നിനക്കെന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് നിനക്ക് തോന്നുന്നു, അത് തന്നെ നീ ചെയ്യണം. ചിലപ്പോൾ തോറ്റുപോയി എന്ന് വരാം. പക്ഷേ അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റുന്ന പരിചയമോ ഒന്നും തന്നെയല്ല. മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്.
നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗികതയും കാത്തുസൂക്ഷിക്കണം. എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്തു സ്പർശിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നമ്മളെക്കാൾ പ്രിയപ്പെട്ടതായി അവർക്ക് മറ്റു പലതും ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നമുക്കുള്ള സ്ഥാനം വെറും പേരിന് മാത്രമായിരിക്കും. സാഹചര്യം അത് മനസ്സിലാക്കി തരുകയും ചെയ്യും. ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും. അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും. പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത്, കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല. ഒരു വടിയൂന്നി നിങ്ങളതിന് പിന്നാലെ പോവുക തന്നെ വേണം. യഥാർത്ഥ ജീവിതം ജീവിക്കാൻ ആരംഭിക്കുക. ചീത്തയായ കൂട്ടുകാരെ കൂടുതലായി സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാഴ്ചയ്ക്ക് വേണ്ടി വില കൂടിയ സാധനങ്ങൾ കൂടുതൽ വാങ്ങരുത്. നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാകുന്ന കുറച്ചു നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക. ഹൃദയം കൊണ്ട് ധനവാനാവുക, പണം കൊണ്ടാകരുത്. എപ്പോഴും സന്തോഷമായിരിക്കുക. ധാരാളം നല്ല ഓർമ്മകൾ ഉണ്ടാക്കി കൂടുതൽ നിമിഷങ്ങൾ ജീവിക്കാൻ വേണ്ടി വിനിയോഗിക്കുക. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരുടെ പ്രതികാരവും അരുത്. ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക: ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കരുത്. ഒരു പുരുഷനെ മാനസികമായി കീഴ്പ്പെടുത്താൻ വെറും ഈ 2 കാര്യങ്ങൾ മതി: 1. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. 2. അനുയോജ്യമായ സമയത്ത് കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്നും ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്നും നമ്മൾ ചിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നത് അവിടെ നിന്നും മൗനമായി പിന്മാറണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് ആരുടെ മുൻപിൽ അവരുടെ മുൻപിൽ തലയുയർത്തിപ്പിടിച്ചു ജീവിക്കാൻ പഠിക്കണം. എല്ലാവരോടും സ്നേഹം മാത്രം. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആൾവേസ് ബി കോൺഫിഡൻറ്റ്. സ്ത്രീയെ മനസ്സിലാക്കരുത്, സ്നേഹിക്കുക. പുരുഷനെ സ്നേഹിക്കരുത്, മനസ്സിലാക്കുക. ഇത് വെറുതെ പറയുന്നതല്ല, കാരണം ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ വേഗത്തിൽ ഒരു പുരുഷനും കഴിയില്ല. ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ മറ്റൊരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. അതാണ് അവർ പരസ്പരം അസൂയപ്പെടുന്നത്. ഇതൊരു മനഃശാസ്ത്ര സത്യമാണ്. പുരുഷന് നല്ലതുപോലെ മനസ്സിലാക്കാൻ വേഗത്തിൽ കഴിയും. മനസ്സിലാക്കാതെ സ്നേഹിച്ചാൽ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് മനസ്സിലാക്കാതെ സ്നേഹിക്കരുത് എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.